അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മളൊരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സയൻറ്റിഫിക് കണ്ടുപിടുത്തമാണ് ഈ പറഞ്ഞ ചാറ്റ് ജിപിടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രധാനമായിട്ടും ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അതിൽ നിന്ന് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. പ്രധാനമായിട്ടും ചാറ്റ് ജിപിടി, ഗ്രോക്ക്, ഗൂഗിളിൻ്റെ ജെമിനായി, അതേപോലെ തന്നെ പല പല പുതിയതായിട്ടുള്ള ജനറേറ്റീവ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മീഡിയംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമികമായ വിഷയങ്ങൾ ഇതിനോട് സംവദിക്കുകയും ഇതിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ നമ്മുടെ ഇൽമെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനോട് ചോദിച്ചറിയും എന്നുള്ളതാണ്. ഇത് ശുദ്ധ അബദ്ധമാണ് എന്ന് മാത്രമല്ല, ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടത്, ഫസ് അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, ഫസ് അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം എന്നുള്ളത്. ഈ അറിവുള്ളവർ എന്ന് പറയുന്നത് ആരാണ്? അഹ്ലു ദിക്റാണ്, അഹ്ലുൽ ഇൽമാണ്, ഇൽമിൻ്റെ ആൾക്കാരാണ്. ഇവരോട് ചോദിക്കുന്നതും ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമ്മളൊരു ഫിഖ്ഹി ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണെന്ന് വിചാരിച്ചു. ആ വിഷയത്തിൻ്റെ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഓരോ വിഷയം അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആവശ്യമായിട്ട് വരും. ചാറ്റ് ജിപിടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ടെസ്റ്റും പരിശോധിച്ച് അതിനുള്ള ഉത്തരം ഉണ്ടാക്കിയിട്ട് അത് അയാളുടെ മുമ്പിൽ തരിക എന്നുള്ളതാണ്. പക്ഷേ ഒരു അഹ്ലദിക്കറിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഫുറൂഹുൽ ഫിഖ്, ബാഹ്യമായിട്ടുള്ള ഇബാദത്തിൻ്റെയും അതേപോലെ തന്നെയുള്ള വിഷയങ്ങളുടെയൊക്കെ ഫിഖിൻ്റെ കിതാബുകൾ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഖവായിദുൽ ഫിഖ്ഹിയ, നമുക്കറിയാം കാര്യങ്ങൾ ചില ഖായിദകൾ അനുസരിച്ചിട്ടാണ് അത് അപ്ലിക്കേഷൻ വരിക. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വിഷയമായിരിക്കും മസ്ലഹത്തും മഫ്സിദത്തും പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മരിക്കുന്ന സാഹചര്യത്തിൽ അത് ഏറ്റവും വലിയ മഫ്സിദത്താണ്. ആ സാഹചര്യത്തിൽ നമുക്ക് പന്നിമാംസം ഹലാലാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും അവെയർ ആയിട്ടുള്ള ഒരു ഖായിദ ഫിഖ്ഹിയുടെ ഒരു ചെറിയ ഖവായിദാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് ഫിഖ് എന്ത് ചെയ്യുക? നിദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉസൂലുൽ ഫിഖ് ഉണ്ട്, കാര്യങ്ങളെ താരതമ്യം ചെയ്യാനും അതേപോലെ തന്നെ ഒരുമിച്ച് കൂട്ടാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഫിഖ് നിദാന ശാസ്ത്രമാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അദില്ലത്തുൽ അഹ്കാം ഉണ്ട്. ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഒരാൾ ഫക്കീഹും മുഫ്തിയും മുഫ്തഫ്തിയൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ ഈ രൂപത്തിലല്ലാതെ നമ്മൾ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ സപ്പോർട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പല സാഹചര്യത്തിലും ഇത് ചോദിക്കപ്പെടുന്ന ആളുടെ അനുസരിച്ചാണ് എന്ത് ചെയ്യുക? ഉത്തരം തരിക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ടായി, ഇസ്ലാമിൽ എന്തെങ്കിലും സയൻറ്റിഫിക് എറേഴ്സ് ഖുർആനിലുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് യൂഷ്വലി ഡിപ്പെൻഡ് വാട്ട് യു കൺസിഡർ ആസ് സയൻസ് ആൻഡ് ഹൗ ദ വേർഡ്സ് ആർ ഇൻ്റർപ്രറ്റഡ് ആൻഡ് വിച്ച് ട്രാൻസ്ലേഷൻ യു യൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരമാണ് തന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞു, ഐ ആം എൻ എത്തിസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഗോട്ട് ഇറ്റ്. സോ യു ആർ ലുക്കിംഗ് ഫോർ എ സ്ട്രൈറ്റ് എവിഡൻസ് ബേസ്ഡ് ആൻസർ വിത്തൗട്ട് തിയോളജിക്കൽ ഫ്രെയിമിങ്. അപ്പോൾ അവിടെ പല ഫ്രെയിമിങ്സും അഴിഞ്ഞു പോവുകയാണ്. പിന്നെ സെക്കുലർലി ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്, യെസ് ദർ ആർ. കണ്ടോ, ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ യെസ് ദർ ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ വേറൊരു പരിപ്രേക്ഷ്യത്തിലുള്ള ഉത്തരം തരികയാണ്. അപ്പോൾ ഇതെപ്പോഴും ചോദിക്കുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ടാണ്. പല സാഹചര്യത്തിലും ഖുർആനിൽ നിന്ന് ആയത്തുകൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചാറ്റ് ജിപിടി തരുന്നുണ്ട്. ഈ അടുത്ത് നമ്മുടെ സഹോദരൻ സൂറത്ത് ത്വാഹയിലുള്ള ഒരായത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ആ ആയത്തുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റൊരു ആയത്താണ് തന്നത്. സ്വന്തമായി ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും അത് തന്നെ തരുന്നു. അപ്പോൾ ഇതല്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുമ്പോഴാണ് കറക്റ്റ് ആയത്ത് ഖുർആനിൽ നിന്ന് എടുത്തിട്ട് തരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു AI മോഡലാണ്. നമ്മുടെ എല്ലാത്തിൻ്റെയും മേലെ നമ്മൾ AIനെ വെക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. എന്തുകൊണ്ടത് തെറ്റാവുന്നു? കാരണം അത് ഒരിക്കലും അങ്ങനെ ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം നോളജിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല AI വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിൽ അവൈലബിളായ മോഡൽസ് ഡാറ്റ മൊത്തം ഗ്യാദർ ചെയ്തിട്ട് അതിൽ നിന്ന് ഡാറ്റയെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് AI മോഡൽസ്, മെഷീൻ ലേണിംഗ് മോഡൽസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്?
ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ പല സാഹചര്യത്തിലും ഇപ്പം ഉലമാക്കളുടെ അക്വാലുകളുടെ വിഷയമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് പല ആളുകൾക്കും നമ്മൾ പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള അക്വാലുകൾ അല്ലെങ്കിൽ ഉലമാക്കൾ സംസാരിച്ചതായിട്ടുള്ള സംസാരങ്ങൾ എടുത്തു തരികയാണ് AI. പക്ഷേ കിതാബിൽ പരിശോധിക്കുമ്പോൾ ആ സാധനം അവിടെ ഇല്ല. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇൽമ എടുക്കേണ്ടത് എവിടുന്ന എന്നുള്ള ധാരണ നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഇൽമ എടുക്കേണ്ടത് ഉലമാക്കളിൽ നിന്നാണ്, ഇൽമിൻ്റെ അഹലുകാരിൽ നിന്നാണ് നമ്മൾ ഇൽമ എടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പോലെ നിങ്ങൾ ഇൽമ അതെടുക്കപ്പെടുന്നതിന് മുമ്പ് പഠിക്കുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് എഴുതപ്പെട്ട ഖുർആനും എഴുതപ്പെട്ട സുന്നത്തും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് ഇൽമ എടുക്കപ്പെടുക എന്ന്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാക്കളുടെ മരണത്തിലൂടെയാണ് ഇൽമ എടുക്കപ്പെടുക. ഉലമാക്കൾ നബിമാർ ബാക്കി വെക്കുന്ന ദീനാറോ ദിർഹമോ അല്ല, എന്താണ്? ഇൽമാണ്. ആ ഇൽമ പഠിച്ച ആളുകളാണ് ഉലമാക്കൾ. അവർക്കാണ് ഓരോ സന്ദർഭത്തിലും ഓരോ കാര്യത്തിനും അനുസരിച്ചുള്ള ഫത്വകൾ കൊടുക്കാനും എല്ലാ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ധാരണയും ഉണ്ടാവുള്ളൂ. ആ ധാരണ ഫഹ്മാണ്. ആ ഫഹ്മ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അതിന് പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്ത് അതിൻ്റെ ഒരു വലിയ വിഷയമാണ്. ഹിഫ്ള് വേറൊരു വിഷയമാണ്, ഫഹ്മ് വേറൊരു വിഷയമാണ്. അതായത് മനഃപ്പാടമാക്കി വെച്ച കാര്യങ്ങളുണ്ടാവും. ഫഹ്മ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതിനും എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന വലിയൊരു സംഭവം വരും. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നതാണ് ഇൽമ എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാത്ത വെറും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പലരും റിലേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അബദ്ധമാണ്, മണ്ടത്തരമാണ്. അങ്ങനെയല്ല നമ്മൾ ഇൽമ പഠിക്കേണ്ടത്, അങ്ങനെയല്ല ഇസ്ലാമിൻ്റെ നോളജ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത്. അത് അഹ്ലുൽ ഇൽമിൽ നിന്നാണ്, സ്റ്റുഡൻറ്റ് ഓഫ് നോളജുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഹ്ലുൽ ഇൽമിൻ്റെ ആളുകളിൽ നിന്നാണ്. അവർ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ദായിമാരെ കണ്ടിട്ട് അവരോടാണ് നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, അവരോടാണ് നമ്മുടെ, അല്ലെങ്കിൽ ഉലമാക്കളിൽ നിന്നാണ് നമ്മൾ ഇൽമ എടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.